السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. മനുഷ്യരിൽ നല്ല പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിൽ ജീവിക്കുന്ന മനുഷ്യരുണ്ട്. എന്നാൽ വിശുദ്ധ ഇസ്ലാം വളരെ ഗൗരവത്തോടുകൂടെ ഉണർത്തിയ ചില തെറ്റുകൾ, അതുമായി ബന്ധപ്പെട്ട് അതിലായി ജീവിതം നശിപ്പിക്കുന്ന മറ്റു ചിലരെയും കാണാൻ സാധിക്കും. അത്തരം ആളുകളെ സംബന്ധിച്ച് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ നാം അത്തരക്കാരിൽ പെടാൻ പാടില്ല. അത്തരം പ്രവർത്തനങ്ങളുമായി, ദുഷിച്ച പ്രവർത്തനങ്ങളുമായി നടക്കുന്ന, അത്തരം സംസാരങ്ങളുമായി നടക്കുന്ന ആളുകളെ കൂട്ടത്തിൽ നാം പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഗൗരവം കാലേക്കൂട്ടി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് ഉണർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം അത് അള്ളാഹുവിൻ്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടും. നമുക്ക് സ്വർഗവും നരകവും ഹിസാബും ഖബറും മഹ്ശറിയും ഒക്കെ വരാനുണ്ടെന്ന ചിന്തയോടുകൂടിയുള്ള ജീവിതം നയിക്കുമ്പോഴാണ് യഥാർത്ഥ വിശ്വാസി ആയിത്തീരുകയും അങ്ങനെ ആഖിറത്തിൽ രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കുകയും ചെയ്യുക എന്നുള്ള കാര്യം നാം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട ഇമാം മുഹമ്മദ് റളിയല്ലാഹു തആല അൻഹു അസ്മാ ബിൻത് യസീദ് റളിയല്ലാഹു അൻഹയിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് ചോദിക്കുന്നുണ്ട്, അലാ ഉഖ്ബിറുക്കും ബിശിറാരിക്കും, നിങ്ങളിൽ ഏറ്റവും ഷർറായ, ഏറ്റവും മോശപ്പെട്ട ആളുകൾ ആരാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് സഹാബത്തിനോട് ചോദിക്കുമ്പോൾ ആലു സഹാബത്ത് ഒന്നടങ്കം പറഞ്ഞു, ബല നബിയെ പറഞ്ഞു തരൂ. ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മോശപ്പെട്ട പ്രവർത്തനങ്ങളുമായി നടക്കുന്ന ആൾ ആരാണ്? ഞങ്ങൾക്കത് മനസ്സിലാക്കിയാൽ ആ പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് മാറി നിൽക്കാം, അത്തരം വാക്കുകൾ ഞങ്ങൾക്ക് പിന്മാറാം. അതിനുവേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർ പറയുന്നു, നബിയെ പറഞ്ഞു തരൂ. അവിടുന്ന് പറഞ്ഞതായി ഇമാം അഹ്മദ് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിച്ചത്, അൽ മശ്ശാഊന ബിൻ നമീമത്തി, നമീമത്തുമായി നടക്കുന്ന ആളുകൾ, പരദൂഷണം പറയുക, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുക, പരസ്പരം ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ, ഛിദ്രതയുണ്ടാക്കാൻ, അവർക്കോടുള്ള സ്നേഹബന്ധങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ, ഇവിടുന്ന് കുറേ കാര്യങ്ങൾ കേട്ട് അപ്പുറത്ത് പോയി മറ്റുള്ളവരോട് കുറേ പറഞ്ഞു കൊടുക്കുക, അവിടുന്ന് കേൾക്കുന്നത് ഇവിടെ വന്നും, അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ജനങ്ങളെ ഛിന്ന ഭിന്നതയിലാക്കാൻ, ഛിദ്രതയിലാക്കാൻ, അവർ പരസ്പരം അവർക്കിടയിൽ ശത്രുത വളർത്തിയെടുക്കുന്ന രൂപത്തിൽ നമീമത്ത് പറഞ്ഞു നടക്കുക, പരദൂഷണം പറഞ്ഞു നടക്കുന്ന ആളുകളുണ്ടല്ലോ, അൽ മുഫ്സിദൂന ബൈനൽ അഹിബ്ബ, സ്നേഹജനങ്ങൾക്കിടയിൽ ഫസാദ് ഉണ്ടാക്കുന്നവർ, കുഴപ്പങ്ങളുണ്ടാക്കുന്നവർ, അവരാണ് ജനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും മോശപ്പെട്ട പ്രവർത്തനങ്ങളുമായി നടക്കുന്നത് എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. മറ്റൊരു ഹദീസിൽ കാണാം, ലാ യദ്ഖുൽ ജന്നത നമ്മാമുൻ, പരദൂഷണം പറയുന്ന ആളുകൾ, നമീമത്ത് പറയുന്ന ആളുകൾ, അവർ ഒരിക്കലും സ്വർഗത്തിൽ കടക്കൂല, അതിന് മാത്രം ഗൗരവമുള്ള തെറ്റാണ് അവർ ചെയ്യുന്നത് എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധയോടുകൂടെയായിരിക്കണം നാം കൈകാര്യം ചെയ്യേണ്ടത്. നമ്മുടെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുന്ന ഒരു വാക്ക്, ഒരു പ്രവർത്തനം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായിക്കൂടാ. ബുദ്ധിയുള്ളവൻ, ചിന്തയുള്ളവൻ ആ രൂപത്തിലായിരിക്കുമല്ലോ ചിന്തിക്കുക. ദുനിയാവിനേക്കാൾ ഏറ്റവും കൂടുതൽ നാം രക്ഷപ്പെടേണ്ടത് ആഖിറത്തിലാണ്. അതുകൊണ്ട് തന്നെ അവിടെ പരാജയപ്പെടുന്ന ഒരു ഒറ്റ പ്രവർത്തനവും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവാതിരിക്കാൻ പ്രത്യേകം നമ്മളൊക്കെ ശ്രദ്ധിക്കണം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.